ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ അഗത്തിയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. കാരണം നമുക്ക് അഗത്തിയിൽ നിൽക്കാൻ പെർമിറ്റില്ല. ശരിക്കും പെർമിറ്റ് എടുത്തിരിക്കുന്നത് കവരത്തിക്കാണ്. അഗത്തിയിൽ വന്ന ഉടനെ നമ്മളെന്താവണം, കവരത്തിയിലെത്തണം. പക്ഷെ നമുക്ക് കവരത്തിയിലേക്ക് പോകാനുള്ള ബോട്ടോ വെസലോ ഒന്നുമില്ല. കാരണം കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. കടലിൽ ഫുള്ള് തിരമാലകളൊക്കെ അടിച്ച് കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇദ്ദേഹമാണ് ഞങ്ങളുടെ സുഹൃത്ത്, പേര് സലീം. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് അളിയാ എന്നാണ്. അദ്ദേഹം വന്ന ഉടനെ തന്നെ കാലാവസ്ഥ മോശമായിരുന്നെങ്കിലും അഗത്തിയുടെ മറ്റൊരു ഭാഗത്തുള്ള അന്താർ ബീച്ചിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ കയാക്കിങ്ങും പല പല ആക്ടിവിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ മീൻ പിടിക്കാനും തൊട്ടപ്പുറത്തുള്ള കൽപ്പെട്ടി ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അളിയെ ഞങ്ങൾ ഒരു ബോട്ടിൽ കൂട്ടിയിട്ട് യാത്ര പുറപ്പെട്ടു. അപ്പോൾ ഇതാണ് അഗത്തിയുടെ തൊട്ടടുത്തുള്ള കൽപ്പറ്റി ഐലൻഡ്. കടൽ പാമ്പാണ്. കടൽ പാമ്പാ. എങ്ങനെയുണ്ട്? ഞാൻ പിടിച്ചല്ലേ? ഈ പിടിച്ചത് ഇപ്പൊ ഞാൻ ഒന്നുകൂടി പോയിട്ട് പിടിക്കണം. ഇപ്പൊ സൂപ്പറല്ലേ? ആ മീന് അമ്മൂർ ഇതെല്ലാം ലൈവ് ഇടാ. ഇതാണ് അമൂർ പോലെ വടക്കുന്ന മീൻ. ഇനി നമ്മൾ പോകുന്നത് ബംഗാരം ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഫോട്ടോ എടുത്ത ബീച്ചില്ലേ, ഭയങ്കര സൗന്ദര്യമുള്ളൊരു ഐലൻഡ് തന്നെയാണത്. അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണത്. സാഹിബ ലോലഗാനം പാടി നിൽക്കൂ എന്നിലെ സാഗരം വാർന്നുവോ
പിന്നിലാ ചന്ദനം പെയ്തതാ നീ. എന്താ പ്ലേസ്, എന്താ സ്ഥലം. നമ്മളെ ഇന്ത്യയിൽ ലക്ഷദ്വീപ്, ലക്ഷദ്വീപിലെ ബംഗാരം ഐലൻഡാണ് ഈ കാണുന്നത്. ദാ അവിടുത്തെ കാഴ്ചകളാണിത്. ഇതൊക്കെയാണ് ബംഗാരം ഐലൻഡിലുള്ള കാഴ്ചകൾ. ഇതുപോലൊരു സ്ഥലത്ത് നമുക്ക് വരാൻ പറ്റിയതിലും ഇത് കാണാൻ പറ്റിയതിലും പടച്ചോനോട് നന്ദി പറയുന്നു. അതായത് നിങ്ങളെല്ലാം ആൾക്കാർ വന്നിട്ട് കാണുക, എക്സ്പ്ലോർ ചെയ്യുക, ആസ്വദിക്കുക. ഇതെല്ലാം ലൈഫിൽ വൺ ടൈം, ഒരു പ്രാവശ്യം നമ്മളിത് കണ്ടിരിക്കണം. ബംഗാരം ഐലൻഡ്.